ഇന്ന് നമ്മളൊരു റീസെറ്റ് വ്ളോഗായിട്ട് ചെയ്യാൻ പോണത്. കുറെ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ പകുതി വഴിക്ക് നിന്ന് പോണോണ്ടായിട്ട് ഇത് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ റീസെറ്റ് വ്ളോഗ് നമ്മൾ ആദ്യം തന്നെ ക്ലീനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടേബിൾ ഫുൾ അലങ്കോലായിരുന്നു. ടേബിൾ വൃത്തിയാക്കാണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളോടൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഈ ഒരു ടേബിൾ വൃത്തിയാക്കാൻ മീൻസ് മേക്ക് ഓവർ ഒക്കെ ചെയ്തത് ജാനുവരിയിൽ എന്തോ ആണ് ഇങ്ങനെയൊക്കെ ആക്കിയത്. ഇപ്പൊ എന്തായാലും ഒരു 4-5 മാസമായില്ലേ. അപ്പൊ എനിക്ക് ഇത് കണ്ടിട്ട് ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചത് മാറ്റണോ വേണ്ടത്. എനിക്കാണെങ്കിൽ പെഗ് ബോർഡ് മാറ്റാനും തോന്നുന്നില്ല, എന്നാൽ മാറ്റണം എന്നുണ്ട് ഇനി. അപ്പൊ ആകെ കൂടി ഒരു പെട്ട അവസ്ഥയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്ത് പറയണേ. ഇത് കുറച്ച് പഴയ പെഗ് ബോർഡ്, അപ്പൊ മാറ്റണോ വേണ്ടെന്നുള്ള എന്തായാലും കമന്റ് ചെയ്ത് പറയണേ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ASMR കാണിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒറിജിനൽ സൗണ്ട് ഒക്കെ വീഡിയോസിൽ കാണിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നിശബ്ദമായ ഒരു മിനിറ്റെങ്കിലും നമ്മുടെ വീടിരുന്നാലല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരോടൊക്കെ മിണ്ടാണ്ട് നിൽക്കാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. അതാണെന്നറിയില്ല, കുറെ നേരം സംസാരിച്ചിട്ട് തോന്നുന്നു നാക്കൊന്ന് ചെറുതായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ നടക്കണേന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പപ്പ പോയി മേടിച്ചോണ്ട് വന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ടേബിളിൽ ഇരിക്കല്ലേ, അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. പൈപ്പ് ക്ലീനറിന്റെ ട്രെൻഡ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പപ്പ ഇത് മേടിച്ചോണ്ട് വരുന്നത്. ഇതൊക്കെ എന്റെ അടുത്ത് പറയാണ്ട് പപ്പ മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ. ക്രാഫ്റ്റ് കടയിൽ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒന്നും വേണ്ട പറഞ്ഞിട്ട് എല്ലാം പോരൂട്ടോ. ചിലപ്പോൾ ചെറിയ പൈസ എന്തെങ്കിലും എടുത്തിട്ട് വരും. അതൊക്കെ തന്നെയാണ് ഞാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയുള്ള അവസ്ഥ കേട്ടോ. ഇനി എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ നല്ല പൈസയൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പൊ ഇപ്പൊ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എന്റെ ബുള്ളറ്റ് ജേർണൽ സ്പ്രെഡ് ആണ് കേട്ടോ. സത്യത്തിൽ ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മെയ് ഫസ്റ്റ് ആകുമ്പോഴേക്ക് എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചോണ്ടിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടാ. ഇപ്പൊ പിന്നെ ഡെയിലി വീഡിയോ ഇടുക എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് വേറെ ഒരു കാര്യം എന്റെ മര്യാദയ്ക്ക് നടക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റീസെറ്റ് വ്ളോഗ് എടുക്കാൻ തന്നെ വിചാരിച്ചത്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ റൂമിൽ ഇങ്ങനെ ചേഞ്ച് ഒക്കെ വരുത്തണാണ്. കട്ടിൽ പിടിച്ച് അങ്ങോട്ട് ഇങ്ങനെ മാറ്റിയിടുക, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമാണ്. ഇപ്പൊ ഒന്നും ചെയ്യണില്ല കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഇനി അങ്ങനെ വിചാരിക്കേണ്ട. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ബെഡ്ഷീറ്റ് തന്നെ കഴുകിയിട്ട് വീണ്ടും ആ കട്ടിൽ കൊണ്ട് തന്നെ ഇടും. കുറച്ച് നേരം എടുത്തിട്ട് ഞാൻ എന്റെ ബുള്ളറ്റ് ജേർണൽ സ്പ്രെഡ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള എന്തായാലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ജേർണൽ സ്പ്രെഡ് ചെയ്യാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ജേർണലിംഗ് ചെയ്തിട്ടില്ല. ആകെ 1-2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ഈ ജേർണൽ ഐറ്റംസ് കയ്യിലില്ലാത്തവർ അതൊക്കെ കഷ്ടപ്പെട്ട് തെരഞ്ഞു കണ്ടുപിടിച്ചൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്റെ കഴിഞ്ഞ മാസത്തെ ബുള്ളറ്റ് ജേർണൽ ഞാൻ ഇങ്ങനെ ഒരു പേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മാസത്തിന് മാർക്ക് ഇടാനും, അതേപോലെ ആ മാസത്തെ അച്ചീവ്മെന്റ്സും, ആ മാസത്തെ റിവ്യൂവും, അതേപോലെ അടുത്ത മാസം എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കംപ്ലീറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. പിന്നിട്ട് ആ മാസത്തിലെ ഒരേ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ 10K സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഏപ്രിൽ മാസത്തെ എന്റെ ഗോൾസിൽ വന്നതായിരുന്നു 10K സബ്സ്ക്രൈബേഴ്സ്. എന്തായാലും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു അച്ചീവ്മെന്റ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത മാസം എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം എന്നുള്ള പേജാണ് കേട്ടോ. അപ്പൊ ബുക്കെല്ലാം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു റിവ്യൂ കാണാം നമുക്ക്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ അനീതിയും കൂടെ ഓർഡർ ചെയ്ത കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ. എന്നെ അനീതി റിച്ച് ആയതുകൊണ്ട് തന്നെ 2 സാധനങ്ങൾ അവളുടെയാണ്. ആകെ ഒരു സൺസ്ക്രീൻ മാത്രമാണ് കേട്ടോ എന്റെ. കോംബോ ആയിട്ട് കിട്ടിയതാണ് ഞങ്ങൾ വീതിച്ചെടുത്ത്. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. എന്തായാലും വ്ളോഗിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്ത് പറയണേ.